വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ആരാധിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ തുടങ്ങുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. സങ്കീർത്തനക്കാരൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവർ തേനീച്ച പോലെ. ഒരു തേനീച്ച നമ്മളെ വളഞ്ഞാൽ, അയ്യോ ഹാലേ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ലല്ലേ എൻ്റെ ദൈവമേ. ഹല്ലേലൂയ. ഒരു തേനീച്ച ഒരെണ്ണം ഒന്ന് വന്നാൽ മതി. അപ്പം ഹല്ലേലൂയ, ഇത് കൂട്ടമായിട്ടൊക്കെ ഇളകി വരുന്നു നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. ഇത് വന്ന് ഹല്ലേലൂയ ഇങ്ങനെ വളഞ്ഞാലും, ആമേൻ, സങ്കീർത്തനക്കാരൻ എഴുതി വെച്ച് നമ്മളെ ധൈര്യപ്പെടുത്തുകയാ. തേനീച്ച പോലെ, അതായത് കൂട്ടമായിട്ട് വന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിനകത്ത്, രക്ഷപ്പെടാൻ കഴിയാത്ത പ്രതികൂലത്തിനകത്ത്, മുന്നോട്ട് ഇനി ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിനകത്ത് അവിടെ വചനം എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. വളയും ശരിയാ, പക്ഷേ ഹല്ലേലൂയ അവർ മുൾത്തി പോലെ കെട്ടുപോകും. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചിട്ട് പറയാമോ? ചിലത് മുൾത്തി പോലെ കെടാൻ തുടങ്ങുകയാ. നാളുകളായി നിന്നെ വളയുന്ന ചിലത്, നാളുകളായി നിന്നെ ആക്രമിക്കാൻ നോക്കുന്ന ചിലത്, നാളുകളായി നിന്റെ പുറകെ നടക്കുന്ന ചിലത് ഹല്ലേലൂയ മുൾത്തി പോലെ മുൾത്തി പോലെ മുൾത്തി പോലെ കെട്ടുപോകാൻ തുടങ്ങുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ അഭിഷേകം തുറന്നു വരികയാ. ചിലത് മുൾത്തി പോലെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുൾത്തി പോലെ കെട്ടുപോയി. ഹല്ലേലൂയ. ഒരു തീ വന്ന് കെട്ടാൽ, ഒരു തീ വന്ന് എന്തെങ്കിലും കത്തിയാൽ പിന്നെ അതിനെ അവിടെ കാണത്തില്ല. തീ വന്ന് കത്തിപ്പോകുന്നത്, തീ കൊണ്ട് വെന്തു പോകുന്നതിനെ പിന്നെ നമുക്ക് തിരിച്ച് കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നത് ഒത്തിരി ശാന്തമായ നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ വളയുന്നത് ഇനി കാണാതെ വണ്ണം, ഇനി കാണാതെ വണ്ണം. ഓ ഷറസധരിയ, മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. നീ പിന്നെ നോക്കുമ്പോൾ, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാതെ വണ്ണം ചിലത് കെടാൻ തുടങ്ങുകയാ. ഇന്നലെ വരെ കത്തിരിക്കുകയാ. ഇന്നലെ വരെ നിന്നെ ആക്രമിക്കാൻ നോക്കുകയാ. ഇന്നലെ വരെ നിനക്കെതിരായി നിൽക്കുകയാ. ഓ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ വാഗ്ദത്തത്തിനെതിരായി നിൽക്കുന്നത് ഏതാണെങ്കിലും വിശ്വസിച്ചോ. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലം ഏതാണെന്ന് ഹല്ലേലൂയ നന്നായി നിങ്ങൾക്കറിയാം, എനിക്കറിയുന്നതിൽ അപ്പുറമായി. നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധി, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലം, ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം മറ്റുള്ള എല്ലാരെക്കാട്ടിലും നന്നായി നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അതിനകത്ത് ഇന്ന് സ്വർഗം പറയുകയാണ്, അത് കെടാൻ തുടങ്ങുകയാ. ഈ ജൂലൈ മാസം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലത് കെടാൻ തുടങ്ങുകയാ. ഇന്നലെ വരെ കത്തി നിൽക്കുകയാ. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ നോക്കി നിൽക്കുകയാ. ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്ന മോനെ, അത് കെടാൻ പോകുകയാ. എന്തോ ഞാനിപ്പോ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറാ. ചില വീടുകൾക്ക് നേരെ, ചില തലമുറകൾക്ക് നേരെ ഇവിടെ വരുന്ന തേനീച്ച പോലെ ചുറ്റി വളയുന്ന ചില പ്രശ്നങ്ങൾ, യേശുവിന്റെ നാമത്തിൽ മുൾത്തി പോലെ കെടുന്ന സീസൺ, ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് തുറക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിന് നേരെ തേനീച്ച പോലെ നിന്റെ വാഗ്ദത്തത്തിന് നേരെ വെല്ലുവിളിയായി വരുന്നത്, നിന്റെ വിദ്യാഭ്യാസത്തിന് നേരെ വരുന്നത്, നിന്റെ ഭാവിക്ക് നേരെ വരുന്നത്, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വരുന്നത്, ഓ ഇന്ന് രാത്രി അത് മുഴുവനും കെട്ടുപോകുന്ന ഈ ജൂലൈ മാസം അത് കെടുന്ന മാസമാണെന്ന് ഞാൻ പറഞ്ഞാൽ,
വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ചിലതൊക്കെ കെടാൻ തുടങ്ങുകയാ, ചിലതൊക്കെ കെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ചിലതൊക്കെ കെടാൻ തുടങ്ങുകയാ കേട്ടോ. ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ നോക്കിയിരിക്കുന്നത്, നിന്നെ അവസാനിപ്പിക്കാൻ നോക്കിയിരുന്നത്, നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയ പ്രശ്നങ്ങൾ, നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയ പ്രതികൂലങ്ങൾ, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് വിശ്വസിച്ച് പറഞ്ഞു. ചിലത് കേടാൻ തുടങ്ങുകയാ. ഈ ജൂലൈ മാസം എനിക്കെതിരായി വരുന്നത് ചിലത്, ഓ ഈ ജൂലൈ മാസം എനിക്കെതിരായി വരുന്നത് ചിലത് കേടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, കേടാൻ തുടങ്ങുകയാ. ഹൂഡാറാബാല ഹന്തരാദര വൈഡബാലബ ഹാർതാറിയാദരാദര. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേനീച്ച പോലെ എന്ന് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലാത്തുള്ള രീതിയിൽ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നിന്നെ 4 സൈഡും വളഞ്ഞു വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ഒരു തരത്തിലും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ, നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ നിന്റെ 4 സൈഡും പൂട്ടി അടയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, അത് കെട്ട് നീ സ്വതന്ത്രമാകുന്ന, അത് കെട്ട് നീ ഫ്രീ ആകുന്ന, ഹല്ലേലൂയ, അത് കെട്ട് നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയങ്ങൾ. ഓ ചിലത് കെടുന്നല്ലോ, ചിലത് കെടുന്നല്ലോ, ചിലത് കെടുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചിലത് യേശുവിന്റെ നാമത്തിൽ കെടുന്ന രാത്രിയായത്. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചിലത് കെടുന്ന രാത്രിയാ. നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത് രോഗങ്ങൾ ഇന്ന് രാത്രി കെടുന്നെന്ന്. ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസിച്ചോ. ചില രോഗങ്ങളുടെ, ഓ നിന്റെ വാക്തത്വത്തെ വളഞ്ഞിട്ട് ചുറ്റി വളയുന്ന, നിന്റെ വാക്തത്വങ്ങളെ ചുറ്റി വളയുന്ന ചിലത്, അല്ല നിന്റെ ശുശ്രൂഷയെ ചുറ്റി വളയുന്ന ചിലത്, ഇതിനകത്തിരിക്കുന്ന ചില അഭിഷക്തരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നിന്റെ ശുശ്രൂഷയെ ചുറ്റി വളഞ്ഞ് ഒരു പരിധിക്ക് മേളിൽ ഉയരുവാൻ കഴിയാതെ, ഒരു പരിധിക്ക് മേളിൽ ആഗ്രഹിക്കുന്ന ലെവലിൽ കയറുവാൻ കഴിയാതെ എവിടെയെങ്കിലും ഇന്ന് രാത്രി നിന്നെ പിശാച് ചുറ്റി വളയുന്നുണ്ടെങ്കിൽ ആത്മാവിൽ വിശ്വസിച്ചോ, അത് കേടാൻ തുടങ്ങുകയാ, അത് കേടാൻ തുടങ്ങുകയാ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം ശക്തമായി വെളിപ്പെടട്ടെ, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി യേശുവിന്റെ നാമത്തിൽ. ജയബോനെ നീ വിശ്വസിച്ചോ. ചിലത് കേടാൻ തുടങ്ങുകയാകട്ടോ. അല്ല നീ ചിലതിനെ കാണാൻ തുടങ്ങുകയാ, ചിലത് കെടുന്നത് നീ കാണുന്ന, ചിലത് കെട്ടുപോകുന്നത് നീ കാണുന്ന മാസം. ഹല്ലേലൂയ, ഒന്ന് വിശ്വസിക്കാമോ? ഇന്നലെ വരെ നിനക്ക് ഹല്ലേലൂയ സ്വതന്ത്രമായി നടക്കുവാൻ കഴിയാതെ, സ്വതന്ത്രമായി മൂവ് ആകുവാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ ശക്തികൾ നിന്നെ ചുറ്റി വളയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ വാക്തത്വം നിനക്ക് കാണുവാൻ കഴിയാതെ, നിന്റെ വാക്തത്വത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാ, അതിനെ ഹല്ലേലൂയ, അത് കത്തിപ്പോകുന്ന, അത് കത്തിപ്പോകുന്ന, ഹല്ലേലൂയ, അത് കെട്ടുപോകുന്ന. അത് കെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുക, അവർ കെട്ടുപോയി. ഹല്ലേലൂയ. നിന്റെ മുന്നിൽ ഇപ്പൊ ഒരുപക്ഷെ അവർ പ്രബലരാ, നിന്നെ കാട്ടിലും ബലമുള്ളവരാ. അതിൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ മുന്നിൽ പലപ്പോഴും നിനക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. നീ ബലഹീനതയാ, നീ ക്ഷീണിതയാ, നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല.
സ്വർഗത്തിലെ ദൈവം കൈമാറിയത് കെടാൻ തുടങ്ങുകയാ. നിങ്ങൾ ചിലത് കാണും കേട്ടോ, ചിലത് കെടുന്നത് നിങ്ങൾ കാണും. ചിലത് കെടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങുകയാ. നിന്റെ വാക്തത്വത്തെ ചുറ്റിക്കെട്ടിയിരിക്കുന്ന നിന്റെ വാക്തത്വത്തെ ചുറ്റിക്കെട്ടിരിക്കുന്നത് കെട്ടുപോകുന്നത് നീ കാണുന്ന കെട്ടുപോകുന്നത് നീ കാണാൻ തുടങ്ങുകയാ. ഇതെങ്ങനാ സംഭവിക്കുന്നത്? യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ച് കളയും. അടുത്ത 13-ാമത്തെ വാക്യം എഴുതി വെച്ചിട്ട് എന്താണെന്നറിയാവോ? ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അപ്പൊ ചുറ്റി വളയുന്നത് എന്തിനാണെന്നറിയാമോ? നീ വീഴുവാൻ. ചുറ്റി വളഞ്ഞത് എന്തിനാ? നീ വീഴുവാൻ, നീ തകരുവാൻ, നിന്റെ വീഴ്ച കാണുവാൻ. കുറച്ചുകൂടെ ഞാൻ ഇറങ്ങി പറഞ്ഞ, നിന്റെ വീഴ്ച കാണുവാൻ നോക്കിയിരിക്കുന്ന പലതും കെട്ടുപോകാൻ തുടങ്ങുകയാ. നിന്റെ വീഴ്ച കാണാൻ നിന്നെ തള്ളിയില്ലേ? ഇന്നലകളിൽ നിന്നെ തള്ളിയില്ലേ? ഇന്നലകളിൽ നിന്നെ തള്ളിയിടാൻ നോക്കിയില്ലേ? നിന്റെ വീഴ്ച കാണാൻ, നിന്റെ തകർച്ച കാണാൻ. നിന്നെ നീ അവസാനിക്കുന്നത് കാണാൻ. ഇന്നലെ വരെ നിന്നെ തള്ളിയില്ലേ? അവര് കെടാൻ തുടങ്ങുകയാ. അവര് കെടാൻ തുടങ്ങുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അവര് കെടുന്ന പിശാചി ചിലത് പൈശാചിക മണ്ഡലങ്ങൾ കെട്ടുപോകാൻ തുടങ്ങുക. തള്ളിയത് എന്തിനാണെന്നറിയാമോ? നീ വീഴുന്നത് കാണാൻ, നിന്റെ വീഴ്ച കാണാൻ, നിന്റെ അധപ്പതനം കാണാൻ. ഇതിനാ പിശാചി നിന്നെ തള്ളിയത്. ഹല്ലേലൂയ. പക്ഷെ പിശാചി തള്ളിയിട്ടിടത്ത് നീ വീണു പോകത്തില്ല. പിശാചി തള്ളിയിട്ടിടത്ത് നിന്നെ സഹായിക്കാൻ ഒരു യഹോവയുടെ കരമിറങ്ങി വരികയാ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി ആ കരമിറങ്ങുകയാ കേട്ടോ. ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി ആ കരമിറങ്ങുകയാ. 4-ാം യാമത്തിനകത്ത് ഇറങ്ങി വന്ന കരം ആരും സഹായിക്കാനില്ലെന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചപ്പോ എങ്ങനാകുമെന്ന് അറിയത്തില്ല, ഈ കടലിന്റെ നടുവിൽ ഞാൻ അവസാനിക്കുമോ എന്ന് ചിന്തിച്ച് നിലവിളിച്ചപ്പോ ഇറങ്ങി വന്ന ഒരു കരം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരും സഹായിക്കാൻ ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്നില്ലേ? ആരുമില്ലെന്ന് തോന്നുന്ന ചില സമയങ്ങൾ, എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, എന്നെ ചുറ്റി വളയാൻ ഒരുപാട് പേരുണ്ട്, എന്നെ തള്ളിയിടാൻ ഒരുപാട് പേരുണ്ട്, എനിക്കെതിരെ അപവാദം പറയാൻ ഒരുപാട് പേരുണ്ട്, എനിക്കെതിരെ പ്രവർത്തിക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ നടുവിൽ നിന്നെ സഹായിക്കാൻ ഒരു കരമിറങ്ങുകയാ. നിന്നെ സഹായിക്കാൻ ഒരു കരമിറങ്ങുകയാ. ഒരു മുറിഞ്ഞ കര, ഒരാണിപ്പാടുള്ള കര. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ, അത് കാണുന്നവർ സ്തുതിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് അന്തരീക്ഷം വെളിപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെടും കേട്ടോ, ചിലതൊക്കെ കെടും. നിന്നെ തള്ളിയിട്ടത് കെടാൻ തുടങ്ങുകയാ. നിന്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞില്ലേ? നിന്റെ വീടിനകത്തെ സന്തോഷത്തെ എടുത്തു കളഞ്ഞില്ലേ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞോ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. അത് നിന്റെ വീടിനകത്ത് മടങ്ങി വരാൻ തുടങ്ങുകയാ. അത് നിന്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് മടങ്ങി വരാൻ തുടങ്ങുകയാ. നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് നിന്റെ പ്രാർത്ഥനയെ കെടുത്തിക്കളഞ്ഞോ? നിന്റെ ആരാധനയെ കെടുത്തിക്കളഞ്ഞോ? നിന്റെ വചന ധ്യാനത്തെ കെടുത്തിക്കളഞ്ഞോ? യേശുവിനോടുള്ള ആഴത്തിലുള്ള നിന്റെ സ്നേഹത്തിന് വിള്ളൽ സംഭവിപ്പിച്ചോ? ആ പൈശാചിക മേഖല ഇന്ന് രാത്രി കെട്ടുപോകാൻ തുടങ്ങുകയാ. കെട്ടുപോകാൻ തുടങ്ങുകയാ. അത് കെട്ടുപോയിട്ട് നീ കയറി വരുന്ന സീസണാണ്. നീ കയറി വരുന്ന സീസണാ. ഇന്ന്
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നല്ലോ. എനിക്കറിയാം ഈ വചനം ചില കൂടാരങ്ങൾക്കകത്ത്, ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ശക്തമായി വെളിപ്പെട്ട് തുടങ്ങുകയാ. ഹല്ലേലൂയ, ശക്തമായി വെളിപ്പെട്ട് തുടങ്ങുകയാ. നിനക്കെതിരായി എഴുന്നേറ്റ് വരുന്ന ചില ശക്തികൾ, നിനക്കെതിരായി എഴുന്നേറ്റ് വരുന്ന ചില ശക്തികൾ കെട്ടുപോകുന്നത് നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരായി, നിന്റെ സാമ്പത്തിക വർധനവിനെതിരായി, ഹല്ലേലൂയ, നിന്റെ ആരാധനക്കെതിരായി, നിന്റെ വിശ്വാസ ജീവിതത്തിനെതിരായി, നിന്റെ പാട്ടിനെതിരായി, ഹല്ലേലൂയ, നിന്റെ അന്യഭാഷയ്ക്കെതിരായി. അത് കണ്ട് നീ ഭയപ്പെടണ്ട, അത് കണ്ട് നീ ഭയപ്പെടണ്ട. അത് കെട്ടുപോകുമെന്ന്, അത് കെട്ടുപോകുമെന്ന് നീ വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷക്കെതിരെ എന്തെങ്കിലും എഴുന്നേറ്റ് വരുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഹല്ലേലൂയ പൊങ്ങി വരുന്നുണ്ടോ? ഹല്ലേലൂയ, അത് കണ്ട് ഭയപ്പെടണ്ടെന്ന്. ഹല്ലേലൂയ, ചൂട് നിമിത്തം ചാടി വന്ന അണലിയെ കണ്ട് നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ചൂട് നിമിത്തം ചാടി വന്ന അണലിയെ നോക്കി നീ ഭയപ്പെടണ്ട. നീ ആത്മാവിൽ അതിനെ കൊടയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനെ തീക്കകത്ത് കുടയാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ അണലിയെ കണ്ട് ഭയന്ന നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ അണലിയെ കണ്ട് ഭയന്ന സകലരും ഒരു വശം പറയും, നീ ഒരു കൊലപാതകനാ, നീ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നീ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, അത് കെട്ടുപോകാൻ തുടങ്ങുകയാ. അത് കെട്ടുപോകാൻ നിന്റെ ഒരൊറ്റ കൊടച്ചിന് മതിയെന്ന്, നിന്റെ ഒരൊറ്റ കൊടച്ചിന് മതി അത് കെട്ടുപോകാൻ. ഇന്ന് രാത്രി വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ, ചിലതിന് ആത്മാവിലൊന്ന് കുടയ. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ചിലരുടെ ശുശ്രൂഷയ്ക്ക് മേരെ ഹല്ലേലൂയ വരുന്ന തേനീച്ച പോലെ ചുറ്റി വളയുന്ന, ഒരു പരിധിക്ക് മേലെ ശുശ്രൂഷിക്കുവാൻ കഴിയാതെ, ഒരു പരിധിക്ക് മേലെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയാതെ, ഹല്ലേലൂയ നിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒതുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. ഹല്ലേലൂയ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അതിന്റെ മേൽ ഇന്ന് ഭയങ്കര ജയത്തെ കർത്താവ് തുറക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വീഴാൻ നോക്കി വീഴ്ത്താനാ നിന്നെ തള്ളിയത്, വീഴ്ത്തിക്കളയാൻ. ഹല്ലേലൂയ. പക്ഷേ നീ വീഴത്തില്ല. നീ വീഴുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ വീഴുമെന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ, ഞാൻ തീർന്നെന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ, ഞാൻ അവസാനിച്ചെന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ, ഇനി എൻ്റെ ജീവിതം എങ്ങനെ കരപിടിക്കുമെന്ന് ചിന്തിച്ച ചില സാഹചര്യങ്ങളിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്നെ സഹായിക്കുന്ന ഒരു കരമിറങ്ങി വരുന്നുണ്ട്. നിന്നെ സഹായിക്കുവാൻ ഒരു കരമിറങ്ങി വരുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പോലും അറിയാതെ, നീ പോലും അറിയാതെ ചില കരങ്ങൾ, നീ പോലും അറിയാതെ ഒരു കരം നിനക്ക് വേണ്ടി തേനീച്ച പോലെ വളഞ്ഞ സാഹചര്യത്തിൽ വീഴുവാൻ തക്കവണ്ണം തള്ളിയ സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ഒരു കരമിറങ്ങുന്നു. എന്തിനാണെന്നറിയാമോ? എൻ്റെ ദൈവത്തിന് ചില ഇടങ്ങളിൽ നിന്നെ ജയിപ്പിച്ചേ മതിയാകത്തുള്ളൂ. എൻ്റെ അപ്പന് ചില മേഖലകളിൽ നിന്നെ ജയിപ്പിച്ചേ മതിയാകത്തുള്ളെന്ന്. ഹല്ലേലൂയ. പിശാചി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ, ഓലപ്പാമ്പ് ചെയ്യുന്ന പിശാചി കൊണ്ടുവരുന്ന ഏതെങ്കിലുമൊക്കെ പ്രതികൂലത്തിനകത്ത് നിന്നെ അവസാനിപ്പിക്കാനല്ല, ചില ഇടങ്ങളിൽ നിന്നെ അഭിഷേകത്തോടെ നിർത്തുവാൻ, ചില ഇടങ്ങളിൽ നിന്നെ അഭിഷേകത്തോടെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. ഈ ജൂലൈ മാസത്തിൽ ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ കൈമാറട്ടെ. നിങ്ങൾ ജയിക്കും കേട്ടോ, നിങ്ങൾ ജയിക്കും കേട്ടോ. ചില മേഖലകൾ നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ. തകർന്നു പോകത്തില്ല, അവസാനിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. തള്ളിയ
മുൾത്തി പോലെ വന്നാലും തേനീച്ച പോലെ ചുറ്റി വളഞ്ഞാലും നിങ്ങൾ ജയിക്കും. ദൈവസാന്നിധ്യം ശക്തമായി ഇടപെടുന്നല്ലോ. ദൈവസാന്നിധ്യം പരാജയപ്പെട്ടെന്ന് തോന്നുന്ന ചില ഇടങ്ങളില് എന്താ പരാജയമാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞ ചിലരെ കൊണ്ട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ ഒരു പരാജയമല്ല, നീ ഒരു പരാജയമല്ല, നീ ഒരു പരാജയമല്ല. ഇന്ന് രാത്രി നിന്നെ ജയിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. നിന്നെ ജയിപ്പിക്കുന്ന ഹല്ലേലൂയ. മുൾത്തി പോലെ കെട്ടുപോകും നിന്നെ തകർക്കാൻ വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, പിശാച് പരാജയപ്പെടും. ഹല്ലേലൂയ. പിശാച് നാണിച്ച് പിന്മാറും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് നിന്നെ കണ്ട് ഓടിപ്പോകുന്ന സീസൺ. നിന്റെ അഭിഷേകത്തെ കണ്ട് ഹല്ലേലൂയ. ദൈവം നിന്റെ മേലൊരു അഭിഷേകം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു അധികാരം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറ ഹല്ലേലൂയ. ഒരു ആരല്ല ഇനി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കിയാലും ഞാൻ കെട്ടുപോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ കെട്ടുപോകത്തില്ലെന്ന് എൻ്റെ തമ്പുരാൻ അനുവദിക്കാതെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരെണ്ണത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ലെന്ന്, എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് പറ. ഹല്ലേലൂയ. 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 വളഞ്ഞിട്ട് ആക്രമിക്കാം, നോക്കാം, പക്ഷെ നിന്നെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കി 1 ശമൂവേലിന്റെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ വേഗഭാഗം ഞാൻ അങ്ങ് പറഞ്ഞു വിടാം, എടുത്തു വായിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 30-ാം അധ്യായം വരുമ്പോൾ അവിടെ ഭാഗമുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ഭയങ്കരമായി കരയുന്നൊരു ഭാഗം. ദാവീദ് ഭയങ്കരമായി കരയുക. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ആ 30-ാം അധ്യായം വായിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം വളരെ സുപരിചിതമാ ഭാഗം. ഹല്ലേലൂയ. ദാവീദും അവന്റെ ആളുകൾ 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ ഹല്ലേലൂയ ആ ദേശം മുഴുവൻ നശിച്ചു. അമാലേക്യരും തെക്കാദേശക്കാരും സിക്ലാഗ് ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ട് അവിടെ ഉണ്ടായിരുന്ന സകലതിനെയും പിടിച്ചു കൊണ്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ടു. തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു. കയ്യിലുള്ള സകലതും നഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ എന്തിനാന്ന് എനിക്കറിയത്തില്ല, ശമൂവേലിന്റെ പുസ്തകത്തിന് കർത്താവിനെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തത്. ഹല്ലേലൂയ. നിങ്ങളുടെ കരത്തിനകത്തു നിന്ന് തേനീച്ച പോലെ ചുറ്റി വളഞ്ഞ് പിശാച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാർന്നു തിന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് വെച്ച് നിന്നെ തകർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, നീ സകലതും മടക്കി പിടിക്കും. നഷ്ടപ്പെട്ടത് മുഴുവനും ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ ആരോടോ പ്രവചിക്കുകയാ ഇന്ന് രാത്രി. നഷ്ടപ്പെട്ടത് മുഴുവനോ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവനോ. എനിക്കറിയത്തില്ല, ആ പദം ശക്തമായി ഇടപെടുന്നല്ലോ. നഷ്ടപ്പെട്ടത് മുഴുവനും നീ മടക്കി പിടിക്കുമെന്ന്. തേനീച്ച പോലെ വളഞ്ഞ് നിന്നെ കൊണ്ടുപോയില്ലേ? തേനീച്ച പോലെ ചുറ്റി വളഞ്ഞ് നിന്നെ തകർത്തില്ലേ? അത് മുഴുവനും നീ മടക്കി പിടിക്കോ. നിന്റെ നന്മ എന്തെങ്കിലും പിശാച് കവർന്നു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അധിക സമയം നീ കാത്തിരിക്കേണ്ടി വരത്തില്ല. ഈ ദൂതാരോട് ശക്തമായി പരിശുദ്ധമായി ഇടപെടുകയാ. ആരോഗ്യം കൊണ്ടുപോയോ നീ മടക്കി പിടിക്കോ. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് നന്മ കൊണ്ടുപോയോ നീ മടക്കി പിടിക്കോ. നിന്റെ തലമുറയുടെ ഭാവിയെ കൊണ്ടുപോയോ നീ മടക്കി പിടിക്കും. സൂസനാന്റി പ്രാപിച്ച ഭയങ്കര അഭിഷേകം ഞാൻ കാണുന്നു. അസാധാരണമായ ഒരു അഭിഷേകം വീഴുന്നല്ലോ. ചിലതൊക്കെ മടക്കി പിടിക്കും കേട്ടോ, ചിലതൊക്കെ മടക്കി പിടിക്കും. തേനീച്ച പോലെ വന്ന് വളഞ്ഞിട്ട് നിന്റെ വീടിനെ ആക്രമിച്ചു കൊണ്ടുപോയ ചില നന്മകൾ നീ പിശാചിന്റെ വായ്ക്കകത്തു നിന്ന്
ഓ പിശാചിന്റെ വായ്ക്കകത്തുനിന്ന് പിടിച്ചു മേടിക്കാൻ ദാവീദ് പിടിച്ചു മേടിച്ചതുപോലെ തന്റെ നന്മയെ ഹല്ലേലൂയ നശിപ്പിക്കാൻ വന്നതിന്റെ വായ്ക്കകത്തുനിന്ന് ഹല്ലേലൂയ പിടിച്ചു മേടിച്ചതുപോലെ പിടിക്കുവാൻ ഇന്ന് ചിലരുടെ കരത്തിനകത്ത് ഒരു ഭയങ്കര അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ കരത്തിൽ ഭയങ്കര അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു. അല്ല, നീ കരമടിക്കുമ്പോൾ, നീ കരമുയർത്തുമ്പോൾ രണ്ട് അഭിഷക്തന്മാർ കരമുയർത്തി നിന്നാ ചിലതിനെ ജയിച്ചത്. നിന്റെ കരത്തിന് നിന്റെ കരമൊരു സാധാരണ കരമല്ല. നിന്റെ ഫിംഗറുകൾ ഒരു സാധാരണ ഫിംഗർ അല്ല. ഇതിനകത്ത് അഭിഷേകം. നാട്ടിലുള്ള ആരുടെയെങ്കിലും ഉള്ള ഒരു കരമല്ല നിന്റേത്. നിന്റെ കരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. സകലവും തകരുമെന്ന് തോന്നുമ്പോൾ കരമുയർത്തി നിന്റെ കൂടാരത്തിനകത്ത് നീ പ്രാർത്ഥിക്കുമെങ്കിൽ, കരമുയർത്തി നീ കൂടാരത്തിനകത്ത് സ്തുതിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാ, നീ ചിലത് മടക്കി പിടിക്കൂ. എനിക്കറിയത്തില്ല, ചിലരുടെയൊക്കെ കരത്തിൽ ഭയങ്കര തീ വീഴുന്ന ഞാൻ കാണുന്നു, ഭയങ്കര അഭിഷേകം വീഴുന്ന ഞാൻ കാണുകയാ. പ്രാർത്ഥിച്ചോ, കരത്തിൽ ഭയങ്കര ദൈവശക്തി വീഴുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ആ കരത്തെ തൊടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ. എനിക്കറിയാം, വഹിക്കാൻ കഴിയാത്ത അഭിഷേകം ചലിക്കുകയാ, വഹിക്കാൻ കഴിയാത്ത. അലസ്യ പ്രാർത്ഥിച്ചോ, കരത്തെ ഭയങ്കര ദൈവശക്തി വീഴുകയാ, ഭയങ്കര ദൈവശക്തി. ഇനി ആ കരത്തിനകത്തു നിന്ന് ഹല്ലേലൂയ ചിലതിനെ മടക്കി പിടിക്കുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു. ഹല്ലേലൂയ ചില ആത്മാക്കളെ തിരിച്ചു പിടിക്കുക. പിശാചിന്റെ വായിൽ കൊണ്ടുപോയ ചില ആത്മാക്കളെ തിരിച്ചു പിടിക്കുവാൻ ആ കരത്തിനകത്ത് ഒരു അഭിഷേകം. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട് ബലമില്ലാതെ കരഞ്ഞിട്ട് ദാവീദ് ചോദിച്ചു, ഞാനിതിനെ പിന്തുടരണമോ? ഹല്ലേലൂയ. പറയാ, നീ അവരെ നിശ്ചയമായി പിന്തുടരുക. ഹല്ലേലൂയ. ഒരധികാരം പിന്തുടരുക. അങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നേ, പിന്തുടരുക. ഹല്ലേലൂയ. നിന്റെ ശത്രുവിനെ തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി കർത്താവ് നിനക്കൊരു അധികാരം തരികയാ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ട മനസ്സമാധാനത്തെ, നഷ്ടപ്പെട്ട സ്വസ്ഥതയെ, നഷ്ടപ്പെട്ട അഭിഷേകത്തെ. ഓ റബല ഹസ്തരാധന ഉഡാമന റബലഖാദന. നഷ്ടപ്പെട്ട അഭിഷേകത്തെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ട അധികാരത്തെ തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മേലെ അധികാരത്തെ പിന്തുടരുക. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. പിടിക്കാൻ പറ്റിയതൊന്നും ദാവീദിന്റെ കയ്യിലില്ല. കാരണം സകലതും കൊണ്ടുപോയി. ആ ഭാഗം വായിക്കുമ്പോൾ ഒന്നുമില്ല, തീ വെച്ച് ചുട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തീ വെച്ച് ചുട്ട് കർത്താവ് ഇന്ന് കൈമാറുകയാ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവന്
ആ ഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ ഹാലേലൂയ 19 വാക്യം അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പറയാം, ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ഹാലേലൂയ. ആ ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു അവർ തങ്ങളുടെ നാൽക്കാലുകൾക്ക് മുൻപായി തെളിച്ച് നടത്തി കൊണ്ടുവരികയാ. ഇതെന്താണോ, ഇത് ദാവീദിൻ്റെ കൊള്ള എന്ന് പറഞ്ഞ്, ദാവീദിൻ്റെ കൊള്ള എന്ന് പറഞ്ഞ് ഇതിനെ മുഴുവനെ മടക്കിക്കൊണ്ടുവരികയാ. ഹാലേലൂയ. പിശാചി കൊണ്ടുപോയതിനെ, പിശാചി തകർക്കാൻ നോക്കിയതിനെ, ഹാലേലൂയ. ദൈവമക്കളെ, കെട്ടുപോകും, കെട്ടുപോകും. ഹാലേലൂയ. കെട്ടുപോകും. കെട്ടുപോകുമെന്ന് ഈ വചനം എഴുതി വെച്ചാൽ കെട്ടുപോകും. ഹാലേലൂയ. ഈ തീയോ ഈ തേനീച്ച വരുന്നത് കണ്ടോ, അല്ലെങ്കിൽ പ്രതികൂലം വരുന്നത് കണ്ടോ, പ്രതിസന്ധി വരുന്ന കണ്ടോ, നിങ്ങൾ ക്ഷീണിക്കണ്ട. കാരണം 118 സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുക, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഇത് മതി, ഇത് മതി. വേറെ ആരുമില്ലെങ്കിലും, വേറെ ആരും ഉണ്ടായിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആരും ഉണ്ടായിട്ട് ഹല്ലേലൂയ. ചില പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച പലരും, കൂടെ കാണുമെന്ന് ചിന്തിച്ച പലരും കൈയൊഴിഞ്ഞപ്പോൾ ശബരധനമനഹദരിയാതന കൂടെ അവസാനം വരെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും നിന്നെ ഒറ്റയ്ക്കാക്കിയപ്പോൾ സ്വർഗ്ഗത്തിലെ നിന്നോട് പറയുക, ഞാൻ നിൻ്റെ പക്ഷത്തുണ്ട് കുഞ്ഞെ, ഞാൻ നിൻ്റെ പക്ഷത്തുണ്ട്. നിന്നെ സഹായിക്കുവാൻ. നീ പേടിക്കേണ്ടെന്ന്. യഹോവ പക്ഷത്തുണ്ടെങ്കിൽ ഈ വരുന്ന തേനീച്ചക്കൂട്ടത്തെയോ ഈ വരുന്ന പ്രതികൂലത്തെയോ ഈ പ്രതിസന്ധിയോ ഒന്നും കണ്ട് നീ പേടിക്കണ്ട. ഇന്ന് പലരും പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പിടി കയറിലോ ഒരു എന്തെങ്കിലുമൊക്കെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, ഒരു നിമിഷം കൊണ്ട് ജീവിതം വേണ്ടെന്ന് വെക്കുമ്പോൾ, ഞാൻ പറയട്ടെ, ഇന്നും നീ പിടിച്ചു നിൽക്കുന്നത് യഹോവ നിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രശ്നം വരാഞ്ഞിട്ടല്ല, പ്രതിസന്ധി വരാഞ്ഞിട്ടല്ല, പ്രതികൂലം വരാഞ്ഞിട്ടല്ല, തകർച്ച വരാഞ്ഞിട്ടല്ല, ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം വരാഞ്ഞിട്ടല്ല, അത് ചെയ്യാതെ നിന്നെ ഇന്നും നിർത്തിയത് യഹോവ നിന്റെ പക്ഷത്തുള്ളത് കൊണ്ടാ. എത്രയോ തവണ പറഞ്ഞു കർത്താവേ മതിയെന്ന്. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ദൈവമക്കളെ, ആരുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ പറയും, ഒരു മിനിറ്റ് ഒരുപക്ഷെ പ്രാർത്ഥിച്ചെന്നിരിക്കും, അല്ലെ പ്രാർത്ഥിക്കാമെന്ന് പറയും. പക്ഷേ നിന്നെ നന്നായി അറിയുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആരെല്ലാം ചുറ്റി വളഞ്ഞാലും പിശാചി ചുറ്റിച്ച് വളച്ചു കൊണ്ടുവരുന്ന പ്രതികൂലത്തിനകത്ത് നിന്നെ അകപ്പെടുത്താതെ നിന്നെ ഇടാതെ താങ്ങുന്ന ഒരു കരമാണ് യഹോവയുടെ കരം. അതുകൊണ്ട് അവിടെ എഴുതി വെച്ച് യഹോവന്റെ പക്ഷത്തുണ്ട്. ദാവീദ് പറയും, യഹോവന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കത്തില്ലെന്ന്. പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്, ചിലതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിനക്കെതിരെ പ്രവർത്തിക്കുന്നവൻ ഇനി അത് പറയാൻ തുടങ്ങും, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും അവന് പറ്റുന്നില്ലല്ലോ എന്ന് പലരും പറയാൻ തുടങ്ങുകയാ. ഹൂഡാമാന റബാൽദര ജഗാലബാർദനാഷിയാർദന. ഓ ഹല്ലേലൂയ. യഹോവ പക്ഷത്തുണ്ട്. സോണിയാന്റി പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ചില പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ നടുവിൽ യഹോവയുടെ കരമിറങ്ങുകയാണെന്ന്, എങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ചില വിഷയമില്ലേ, അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ ഇന്ന് ഉറപ്പിക്കുകയാ, യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ഇന്നീ ദൂത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, യഹോവ നിന്റെ പക്ഷത്തുണ്ട്.
പരിശുദ്ധാത്മ പ്രവചിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇനിയുള്ള 25 ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. 25ാമത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി, ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി നീ കണ്ണാലെ കാണുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. ഇന്ന് മുതൽ കൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഒരു ദൈവപ്രവൃത്തി റെഡിയാകുന്നുണ്ട്, ഒരു ദൈവപ്രവൃത്തി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ചില വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ചില വിഷയത്തിനകത്ത് മുട്ടിപ്പായി നിലവിളിക്കുന്നു. അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. നിങ്ങൾ ദൂത് സ്വീകരിച്ചോ. യഹോവ നിങ്ങളുടെ പക്ഷത്ത്, യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്, യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ആര് പക്ഷത്തില്ലെങ്കിലോ, ആരെല്ലാം പക്ഷത്തില്ലെങ്കിലോ യഹോവ നിന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന പ്രശ്നത്തിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്നെ വളഞ്ഞിട്ട് തീർക്കാൻ വരുന്ന പ്രശ്നത്തിന് നിന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. പ്രശ്നത്തിന്റെ മുകളിൽ നിന്നെ അഭിഷേകത്തോടെ നിർത്തുന്ന യേശുവിന്റെ നാമത്തിൽ സുമയാന്റി സ്വീകരിച്ച ഭയങ്കര അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശക്തമായി തിരിച്ചു പിടിക്കും കേട്ടോ. നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കും, നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കൂ. യഹോവയുടെ പക്ഷത്തുള്ളത് കൊണ്ട് നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കൂ. നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കൂ. ഇല്ല, പിശാചി നിന്റെ നന്മയെ കൊണ്ടുപോകത്തില്ലെന്ന്, പിശാചി നിന്റെ വാഗ്ദത്തത്തെ കൊണ്ടുപോകത്തില്ല, പിശാചി നിന്റെ അഭിഷേകത്തെ കൊണ്ടുപോകത്തില്ല, പിശാചി നിന്റെ പ്രാർത്ഥനയെ കൊണ്ടുപോകത്തില്ല, പിശാചി നിന്റെ തലമുറയുടെ ഭാവിയെ കൊണ്ടുപോകത്തില്ലെന്ന്. നീ തിരിച്ചു പിടിക്കും, നീ തിരിച്ചു പിടിക്കും, നീ തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, എനിക്ക് അതിനുള്ള അഭിഷേകം വേണം, എനിക്ക് അതിനൊരു അഭിഷേകം വേണമെന്ന്, എന്റെ മേൽ അതിനുള്ള ഒരു അധികാരം ഈ രാത്രി പകരണമെന്ന്. ആരാ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവേ അവരുടെ മേലൊരു അധികാരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലത് തിരിച്ചു പിടിക്കുവാൻ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയെ തിരിച്ചു പിടിക്കുവാൻ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടിയെ തിരിച്ചു പിടിക്കുവാൻ. ചിലത് കെട്ടാലേ, ചിലത് ഇല്ലാതായാലേ. ഹല്ലേലൂയ. ദാവീദിന് ഒന്നുമില്ലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. പുഷ്പം ബലമില്ലാതാവോളം ബലമില്ലാതാവോളം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. എൻ്റെ ദേശത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജനത്തെ എല്ലാത്തിനെയും ചുറ്റി വളഞ്ഞു. സകലവും കൊണ്ടുപോയപ്പാ, ഞാനതിനെ തിരിച്ചു പിടിക്കണമോ? എനിക്ക് തിരിച്ചു പിടിക്കാൻ, ഒറ്റയ്ക്ക് തിരിച്ചു പിടിക്കാൻ എനിക്കറിയത്തില്ല. ഈ കൊണ്ടുപോയതിനെ, ഹല്ലേലൂയ, ചുറ്റി വളഞ്ഞിരിക്കുന്നതിനെ തിരിച്ചു പിടിക്കാൻ എനിക്കൊരു അഭിഷേകം വേണം, എനിക്കൊരധികാരം വേണം. പ്രാർത്ഥിച്ചു തുടങ്ങിയോ. ഇന്ന് ഈ മിനിറ്റുകളിൽ എന്തോ ഭയങ്കര ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ഞാൻ കാണുകയാ. ഈ ജൂലൈ മാസം നീ ചിലത് തിരിച്ചു പിടിക്കും. ഈ ജൂലൈ മാസം നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ മാസമാ. ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറട്ടെ. ജൂലൈ 31 മുന്നേ ചില നന്മകൾ നിങ്ങളുടെ കരത്തിൽ മടങ്ങി വരാൻ തുടങ്ങുകയാ. ചില നന്മകൾ നിങ്ങളുടെ കരത്തിൽ, ചില വിടുതലുകൾ നിങ്ങളുടെ കരത്തിൽ. ഈ ജൂലൈ മാസത്തില് 31 മുന്നേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ സാക്ഷ്യത്തെ കേൾക്കുമെന്ന്. തിരിച്ചു പിടിക്കും.
മുൾത്തി പോലെ ചിലത് കെടുന്ന, മുൾത്തി പോലെ ചിലത് കെടാൻ തുടങ്ങിയ നിന്റെ വാക്തത്വത്തിന് മുകളിൽ നിൽക്കുന്ന ശിവാന്റി വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കടയുമായി ബന്ധപ്പെട്ട് അതിനെ അവകാശം പറഞ്ഞു നിൽക്കുന്ന ചിലത് മുൾത്തി പോലെ കെടാൻ തുടങ്ങുകയാ. പരിശുദ്ധ ശക്തമായി പ്രവചിക്കുന്നു. നീ അതിന്റെ ചുറ്റും ചെന്ന് കരം വെച്ച് പറഞ്ഞു തുടങ്ങ്, മുൾത്തി പോലെ ചിലത് കെടുവെന്ന്, മുൾത്തി പോലെ ചിലത് കെടാൻ തുടങ്ങുകയാ. ചിലത് കെട്ടുപോയിട്ട് ചില ദൈവപ്രവൃത്തി തുറക്കുന്നത് നീ കാണുമെന്ന്, ചിലത് ദൈവപ്രവൃത്തി തുറക്കുന്നത് നീ കാണുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവരുടെ മേലൊരു അഭിഷേകം തുറന്നു വരട്ടെ. ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ സൈന്യങ്ങൾ മുൾത്തി പോലെ കെട്ടുപോകട്ടെ. ഇവരുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് മുൾത്തി പോലെ കെടട്ടെ. ഇവരുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, ഇവരുടെ തലമുറയുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്നത്, ഇവരുടെ ഫിനാൻഷ്യൽ മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കെട്ടുപോകട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. നാളെ പ്രഭാതത്തിൽ ഇവരൊരു അത്ഭുതം കാണട്ടെ. കർത്താവേ, ഇന്ന് ജോയിൻ ചെയ്ത ജനത്തെ എല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു. പ്രബലഘടക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ഹിതം തുറക്കണം, വിടുതലുകൾ ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചിലത് മുൾത്തി പോലെ കെടാൻ തുടങ്ങുക. ഇന്നലെ വരെ നിനക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്ന ചിലത്, ഇന്നലെ വരെ നിനക്ക് മുന്നിൽ പ്രതികൂലമായി നിന്ന ചിലത് മുൾത്തി പോലെ കെടാൻ തുടങ്ങുക. വിശ്വസിക്കുക, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഈ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവജനത്തോടുമുള്ള പ്രത്യേക നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അർപ്പിക്കുകയാണ്. വിശേഷാൽ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയദാസിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച വചനം വായിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, ഈ മീറ്റിങ്ങിനെ പറ്റി പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾ, എന്ത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ പറയാം. സാക്ഷ്യങ്ങൾ പറയാനുള്ള സമയമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും. ദയവായി നിങ്ങൾ ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത്. ഓരോരുത്തരായി അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.